ദില്ലിയിലെത്തിയ വി.ഡി. സതീശന് കേരള ഹൌസിൽ ജെൻസി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വമ്പൻ സ്വീകരണം. സതീശനെ തോളിലേറ്റിയാണ് വിദ്യാർത്ഥികൾ കേരള ഹൌസിലേക്ക് കൊണ്ടുവന്നത്. കേരളം UDF തൂക്കി എന്നെഴുതിയ കേക്ക് മുറിച്ചായിരുന്നു സ്വീകരണം. കണ്ണേ കരളെ VDSA എന്ന മുദ്രാവാക്യം വിളിച്ചാണ് സതീശനെ വിദ്യാർത്ഥികൾ വരവേറ്റത്. ഇന്ന് പുലർച്ചെയോടെയാണ് നേതാക്കൾ ദില്ലിയിലെത്തിയത്. നേതാക്കളുമായി ഇന്ന് നിർണായക കൂടിക്കാഴ്ച നടക്കും. സംസ്ഥാനത്താകെ വി.ഡി. സതീശന് അനുകൂലമായ സാഹചര്യമാണുള്ളത്. കൊച്ചി കോർപ്പറേഷനിൽ നിലവിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം രാജിവെക്കും. കൊച്ചി കോർപ്പറേഷനിൽ പുതിയ ഡെപ്യൂട്ടി മേയറെ ദിവസങ്ങൾക്കുള്ളിൽ തീരുമാനിച്ചേക്കും. നിലവിലെ ഡെപ്യൂട്ടി മേയർ ദീപക് ജോയ് അടുത്ത ദിവസം തന്നെ സ്ഥാനം രാജിവെക്കും. തൃപ്പൂണിത്തറയിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് രാജി. ദീപക് പ്രതിനിധീകരിക്കുന്ന അയ്യപ്പൻകാവ് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. സമുദായ സമവാക്യങ്ങളും ഗ്രൂപ്പ് താൽപര്യങ്ങളും അടക്കം പരിഗണിച്ചാണ് കൊച്ചിയിൽ പുതിയ ഡെപ്യൂട്ടി മേയറെ കോൺഗ്രസ് തീരുമാനിക്കുക. ദീപക് ജോയ്ക്കൊപ്പം നേരത്തെ പരിഗണിച്ചിരുന്ന VR സുധീറിനാണ് കൂടുതൽ സാധ്യത. എളമക്കര സൗത്തിൽ നിന്നുള്ള കൗൺസിലറാണ് സുധീർ. ദീപക്കും സുധീറും ഒരേ ഗ്രൂപ്പുകാരാണ്. അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചു. നവവധുവിന് ദാരുണാന്ത്യം. ഭർത്താവിനൊപ്പം നടപ്പാതയിലൂടെ നടന്നു പോവുകയായിരുന്ന നവവധുവിന് അമിത വേഗത്തിൽ പാഞ്ഞെത്തിയ കാർ ഇടിച്ച് ദാരുണാന്ത്യം. 2 കാറുകളും സ്കൂട്ടറും ഇടിച്ചു തെറിപ്പിച്ച് നഗരത്തെ നടുക്കിയ അപകട പരമ്പരയിൽ മിനിറ്റുകൾക്കുള്ളിൽ 1 മരണവും 6 പേർക്ക് ഗുരുതര പരിക്കുമേറ്റു. നടപ്പാതയിലൂടെ പോയിരുന്ന പാലക്കാട് ചിറ്റൂർ പൊൽപ്പള്ളി കമ്പിളിച്ചുങ്കം വേർക്കോലയിൽ 24-കാരിയായ നൌഷിജയാണ് കവടിയാർ കുറവൻകോണം റോഡിലുണ്ടായ അപകടത്തിൽ മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഇവരുടെ ഭർത്താവ് ആഷിഖ് സാനു ഉൾപ്പെടെയുള്ളവർ പരിക്കേറ്റ ആശുപത്രി ചികിത്സയിലാണ്. വേനൽ മഴ ശക്തം. 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമായി. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. മെയ് 12 വരെയാണ് വേനൽ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഇന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. CPIM തോറ്റു, ഞങ്ങളെ പാർട്ടി നോക്കുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ പേടിയാകുന്നു. TCV നന്ദകുമാറിന്റെ ഭാര്യ. CPIM തോറ്റതോടെ ആശങ്കയിലാണെന്ന് പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന TCV നന്ദകുമാറിന്റെ കുടുംബം. എല്ലാം പാർട്ടി നോക്കുമെന്നാണ് കരുതിയിരുന്നതെന്നും എന്നാൽ ഇപ്പോൾ ഭയമുണ്ടെന്നും നന്ദകുമാറിന്റെ ഭാര്യ ശരണ്യ ഫേസ്ബുക്കിൽ കുറിച്ചു. 20 വർഷത്തേക്കാണ് നന്ദകുമാറിനെ ശിക്ഷിച്ചത്. ഇതേ കേസിൽ ശിക്ഷിക്കപ്പെട്ട VK നിഷാദ് പയ്യന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിരുന്നു. CPIMന്റെ ഉറച്ച കോട്ടയായിരുന്ന പയ്യന്നൂരിലെ പരാജയം തനിക്കേൽപ്പിച്ച അരക്ഷിതാവസ്ഥയെക്കുറിച്ചാണ് ഏറെ വൈകാരികമായ കുറിപ്പാണ് ശരണ്യ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം ശിക്ഷിക്കപ്പെട്ട തിമിരി സഹകൾക്ക് ഉൾപ്പെടെ ജാമ്യം ലഭിച്ചിട്ടും തന്റെ ഭർത്താവ് 5.5 മാസമായി ജയിലിൽ തുടരുമ്പോൾ തനിക്ക് വല്ലാത്ത ഭയമുണ്ടെന്ന് ശരണ്യ പറയുന്നു.